ഞാനിപ്പോ നിൽക്കുന്നുണ്ടല്ലേ ഏകദേശം ഒരു വിൻമിലിന്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. മൂന്നാർ വരുന്നവരൊക്കെ കൈയാണ് ഇവിടെ എന്തായാലും വരണം കേട്ടോ. അത്രക്ക് മനോഹരം എന്നല്ല അതിമനോഹരം എന്ന് പറയാം. കേട്ടോ മൂന്നാറിന്റെ പിന്നെ രണ്ടാം ദിവസം കേട്ടോ. ഒന്ന് നമ്മൾ ഇന്നലെ വട്ടവട കഴിഞ്ഞില്ലേ? മൊത്തം അടിപൊളിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി നമ്മൾ പോയത്. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ മുന്നത്തെ ദിവസത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത് കാണാത്തൂർ പോയി കാണണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാ ചതുരംഗപ്പാറയിലേക്ക് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നു കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാർ ടൗണിലാണുള്ളത്. ഇനി ഇവിടെ നേരെ പൂപ്പാറ പോയി വേണം നമുക്ക് ചതുരംഗപ്പാറയിൽ പോകാൻ വേണ്ടിട്ട്. തമിഴ്നാട് ബസ് പോയി നന്നാകാം. അതാണ് റേറ്റ് കുറവെന്നാണ് എല്ലാരും പറഞ്ഞത്. അതെ, നമുക്ക് മറ്റേ KSRTC ആണെങ്കിൽ കുറച്ച് റേറ്റ് ആയിരിക്കും. കേരള വണ്ടിയില് റേറ്റ് കൂടുതലാണ്, തമിഴ്നാട് വണ്ടി റേറ്റ് കുറവാണെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മള് തമിഴ്നാട് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരു മൂന്നാറത്തെ ഒരു ആറിന്റെ അടുത്താണ് നിൽക്കുന്നത്. താഴെ കാണാൻ നമുക്ക് ഒരു ആറ് കാണാം. ഒരാറ് ഇതാണ്. അങ്ങനെ മൂന്നാറ് സംഗമിക്കുന്ന സ്ഥലമാണ് മൂന്നാറ് എന്നാണ് ഇന്നലെ ഓട്ടോ ചേട്ടൻ കുറെ തള്ളിയത്. ശരിയാവാനാണ് ചാൻസ് ആ പേര് വെച്ച് നോക്കുമ്പോ. പിന്നെ ഇന്നലെ നമ്മള് ആളാക്കിയ ഒരു റൂമിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിടന്നത്. ചെറിയൊരു പണി കിട്ടി, വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. 800 രൂപയ്ക്ക് റൂം കിട്ടിയത് കുഴപ്പമില്ലാന്ന് തന്നെ പറയാറുള്ളൂ. അപ്പൊ എന്തായാലും ഇന്നിപ്പോ നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ട് പോണം. ആ വഴി ചിലപ്പോ നമ്മള് കമ്പന്തേനി കൊടൈക്കനാലൊക്കെ പോകും. ഡെസ്റ്റിനേഷൻ അല്ല നമുക്ക് തോന്നുക. നമ്മള് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ പോയാലോ പോവാ, അങ്ങനെയാണ് നമ്മളെ ട്രിപ്പ്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ചതുരംഗപ്പാറ ഞാനും കേട്ടില്ല, കണ്ടില്ല. അവിടുത്തെ അവസ്ഥ നമുക്ക് പോയി നോക്കാം. വേറൊരാള് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പോയി നോക്കുകയാണ് എന്താ അവസ്ഥ. ആദ്യം പറഞ്ഞ് പൂപ്പാറയല്ലേ കേട്ടോ. പൂപ്പാറയില് വണ്ടി എടുത്തിട്ട് പോവാം. അവിടെ ബസ്സിന് തന്നെ പോകുന്നത്. ബസ് നമുക്ക് എന്തായാലും നടക്കാം എന്നാ കേട്ടോ. അപ്പൊ നമ്മള് ആ മൂന്നാർ പ്രൈവറ്റ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നാട്ടോ, ടൗണിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. KSRTC ബസ്സിൽ രാവിലെ നേരത്തെ പോയി. ഇനിയിപ്പോൾ ഉച്ചക്ക് 2 മണിക്കേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് കയറണം. ഇവിടുന്ന് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് നമുക്ക് 36 കിലോമീറ്ററാണ് വരുന്നത്. ഇരിവികുളത്തേക്ക് 13 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കാം. ഒന്നെങ്കിൽ തമിഴ്നാട് ബസ് കയറാം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട്, കുമളി ബസ് കിടക്കുന്നുണ്ട്. കുമളി ബസ് കയറേണ്ടി വരും. എന്തായാലും പോയി നോക്കാം അങ്ങോട്ടേക്ക്. ഞങ്ങളങ്ങനെ പൂപ്പാറ ബസ് കയറി കേട്ടോ. ഒരാൾക്ക് 50 രൂപ ടിക്കറ്റ് വരുന്നത്. ലൈൻ ബസ്സിലാണ് കയറിയത്. തമിഴ്നാട് ബസ് ഇപ്പോൾ വരാനില്ല എന്നാണ്, കുറച്ച് മധുര ബസ് വരാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനവിടെ കയറി ഒരു 1:30 ആകുമ്പോഴേക്കും അവിടെ തന്നെ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് ചതുരംഗപ്പാറയിലേക്ക് ബസ് കയറാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ പോകുന്ന വഴിയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ദേവികുളം പോലീസ് സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറിനടുത്ത് ഓട്ടണ്ടെന്നാണ് പറഞ്ഞത്. ഒക്കെ നല്ല നല്ല കാണാൻ രസമുള്ള വഴികളാട്ടോ ഒക്കെ. ഇവിടെ ഒരു ടോൾ പാസ് വരുന്നുണ്ട് കേട്ടോ. റോഡൊക്കെ ഒതുക്കി പറഞ്ഞു തരാൻ അറിയില്ല എങ്ങനെയാണ്. ദേവികുളം ടോൾ പാസ്സാണ്. ഈ അടുത്ത് ഓപ്പൺ ആയതൊന്ന് അല്ലേ? അടിപൊളി റോട്ടാട്ടോ. എന്തായാലും വ്യൂ നോക്കി പറഞ്ഞ് അപ്പോൾ വരുന്നവരൊക്കെ മിസ്സാവാണ്ട് വരിക. നമ്മുടെ ഈ പൂപ്പാറ സൂര്യനെല്ലി കൊളുക്കുമല പോകുന്ന റൂട്ടാട്ടത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പൂപ്പാറ എന്ന സ്ഥലത്തെത്തിട്ടോ. ഇപ്പോൾ ഈ ബസ് ശരിക്കും അവിടെ വരെ പോകുന്നതാണ്. ഇത് കുമളി ബസ്സാണ്. തേക്കടി മൂന്നാർ കുമളിയൊക്കെ പോകുന്ന ബസ്സാണ്. അപ്പോൾ ഇത് ശരിക്കും ചതുരംഗപ്പാറ വഴിയാട്ടോ പോകുക ബസ്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് കയറുന്ന അതേ ബസ് തന്നെ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ പൂപ്പാറ ഒരു 10 രൂപ നിർത്തിയിട്ടോ വണ്ടി. കുമളി ബസ്സാണ് കേട്ടോ. പൂപ്പാറ, ഉടുമ്പൻചോല, നെടുങ്കണ്ടം ഈ ബസ് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ബസ് തന്നെ കയറാം. ഇവിടെ ബസ് ഇറങ്ങിട്ടോ. ഇനി വരുന്ന ഏകദേശം 1 കിലോമീറ്ററാണ് ചതുരംഗപ്പാറയിലേക്കുള്ളത്. ഈ ലെഫ്റ്റാട്ടോ പോകേണ്ടത്. നമുക്ക് ആ ഡയറക്റ്റ് ബസ്സിന്, അതായത് മൂന്നാറിൽ നിന്ന്
കുമളിയിലേക്ക് പോകുന്ന ബസ് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവിടെ പൂപ്പാറ കഴിഞ്ഞ് ചതുരംഗപ്പാറ വന്ന് ഇറങ്ങാൻ പറ്റുന്ന കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ ആ ലെഫ്റ്റ് റോഡിനാണ് പോകേണ്ടത്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കട്ടോ. ഞങ്ങളെങ്ങനെതാ നടന്നോണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം 100 മീറ്റർ നടന്നില്ലേ? 100 200 മീറ്റർ 200 മീറ്റർ നടന്നിരിക്കുന്നത്. അവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറെ റിസോർട്ടിന്റെ പണി നടക്കുന്നുണ്ട് അല്ലേ. നല്ല കാറ്റ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കാറ്റ് നിൽക്കുന്നില്ല, എന്ത് ഭയങ്കര കാറ്റ്. ഇനി മേലോട്ട് കയറാൻ വിൻഡ് മില്ല് നമുക്ക് കാണാം. അതേക്ക് അവിടെ ഒരു വിൻഡ് മില്ല് രണ്ടെണ്ണന്നല്ല, അതല്ലടാ, കാറ്റുള്ളടത്ത് വിൻഡ് മില്ല് വെക്കുമല്ലോ. അങ്ങനെ. അപ്പോ മേലോട്ട കട പോകും നമ്മള്. അവിടെ വരെ എത്താൻ പറ്റുന്ന കയറി തുടങ്ങിയില്ല എന്നാണ്. തുടങ്ങിയില്ല. ഇപ്പൊ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം അങ്ങോട്ടേക്ക്. പിന്നെ ഭക്ഷണമൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ഉണ്ടാവില്ലോന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ മൂന്നാറിൽ തന്നെ നമ്മൾ വാങ്ങി കുടുംബശ്രീ ഹോട്ടലിന് ദോശയും ചമ്മന്തിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അപ്പൊ കേറി ഇറങ്ങാ. ഹോട്ടലിൽ 2 വഴി ഉണ്ടല്ലോ. താഴോട്ടൊക്കെ വഴി ഇതേക്കില്ലേ? മേലല്ല എന്തായാലും വരാം. ചതുരംഗപ്പാറ വ്യൂ പോയിന്റ് ലെഫ്റ്റ്. അപ്പൊ താഴോട്ട് പോരും കേട്ടോ. ഇവിടെ ഹോട്ടൽ ഉണ്ട് കേട്ടോ. പക്ഷെ ഹോട്ടലുണ്ട്, നമ്മളെ പ്രതീക്ഷകളൊക്കെ തെറ്റി. പക്ഷെ ഫുഡ് ഉണ്ടാവണമെന്നറിയാം. അപ്പൊ എന്തായാലും മേലെ പോട്ടെ. എന്നിട്ട് അവിടുത്തെ നല്ല അടിപൊളി വ്യൂ ആക്കി ആണെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ സൈഡില് ഫുള്ള് ഏലത്തോട്ടാണ്. ഏലട്ടോ. ഏലൊക്കെ നാട്ടില് അപ്പ കമ്മ്യൂണിസ്റ്റ് അപ്പം ഉണ്ടാകണ മാതിരി ഉണ്ടായി കിടക്കും. ഇവിടെ അല്ലേ എന്താ വില അല്ലേ? ഞാൻ അവിടെ നിന്ന് വരുന്നേ വാഴ മറ്റേ പൂപ്പാറന്നേ ഏലത്തിന്റെ വില വെച്ച് 2000 എത്ര പറഞ്ഞത് കിലോക്ക്. അത് പക്ഷെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മാതിരിയുള്ള മീൻസ് ചെറിയ ക്വാളിറ്റി ഇല്ലാത്തല്ല, നല്ല ക്വാളിറ്റി ഉള്ള സാധനം അല്ലേ. ഈ തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചിട്ട് പ്രോസസ് ചെയ്ത് അവിടുന്ന് തന്നെ തരുന്ന സാധനം. ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ വീടുകൾ അവിടെയൊക്കെ ഫുള്ള് ചെറിയ പച്ച പഴയ വീടുകൾ. എന്നാലും നടക്കാൻ ക്ഷീണമൊന്നും ഇതുവരെ തോന്നിയില്ല. ഇനി കയറ്റം കയറുമ്പോ ഉണ്ടായിക്കോളൂ. അത് ഇതുവരെ വേർത്തില്ല. പക്ഷെ നമ്മുടെ മൂന്നാറിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് കുറച്ച് പോന്നല്ലോ. എന്നിട്ട് മൂന്നാർ തണുപ്പ് പക്ഷെ ലേശം കുറവുണ്ട്. ഏലൊക്കെ അവിടെ ഇതിനുള്ള ഏലം പറിച്ചാ തോന്നില്ലേ? പറിച്ചില്ല. ചിലതൊക്കെ ഉണ്ട് മൂക്കാനായതാവുന്നു. സോ ചിലതൊക്കെ ഒരു കളർ വ്യത്യാസമുണ്ട്. ഇവിടെ വെറുതെ ഉണ്ടാകും പോലെ കാണുന്നു. കാട് ഉണ്ടായ മാതിരി. പക്ഷെ എല്ലാരും വളർത്തണായിരിക്കും. അവിടെ താഴെ എന്താ ഒരു കുളിക്കണ സ്ഥലം തോന്നുന്നു. അരുവി, ചെറിയ അരുവി. കളറൊക്കെ മാറിയിട്ടാ വരുന്നത്. ചിലപ്പോ ഇത് റിസോർട്ടിന്റെ വേസ്റ്റ് വെള്ളമായിരിക്കും. പറയാൻ കേട്ടോ. വേസ്റ്റ് വെള്ളം അവിടെ കണ്ടില്ലേ? ഇവിടുന്ന് റോഡ് അവസാനിച്ചിട്ടോ. ഇങ്ങോട്ട് മല സ്റ്റാർട്ടിങ് ഇങ്ങോട്ടാണോ? റോഡ് ചോദിച്ചോക്കാം. അവരോട് ചോദിച്ചോ. ഇനി കേറാൻ എങ്ങോട്ടാ? നേരെയോ? വേണ്ട വേണ്ട, ഇങ്ങനെ നടന്ന് കൊള്ളാം. അപ്പൊ നമുക്ക് ഇവിടെ താഴെ ഇവിടെ ജീപ്പ് ഉണ്ടാവില്ല കേട്ടാ. ജീപ്പ് ഇവിടെ ഉണ്ടാവൂലേ? എങ്ങനെയാണ് അതിന് ഇത് വരുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് കള്ളിപ്പാറ 2 നമുക്ക് പോകാൻ പറ്റൂല്ലേ? 600 രൂപ അല്ലേ? അപ്പൊ 1000 രൂപ 3 കൂടെ അല്ലേ? അപ്പൊ 3 വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അപ്പൊ 3 കൂടെ കാണിക്കാൻ 1000 രൂപ വരുന്നു കേട്ടോ. ജീപ്പ് കൂടെ ഉണ്ടാവും. ഞാൻ നേരെ പോയിരാം. അപ്പൊ അവര് പറയുന്നത് എങ്ങനെയാ വെച്ചാല് ഇവിടെ 3 വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ 3 ജീപ്പിന് ആദ്യം 1000 പറഞ്ഞില്ലേ? 1000 പറഞ്ഞു. പിന്നെ കുറച്ച് പിന്നെ ഒരു പറഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് എടുക്കുകയാണ് 800 ആക്കി. പിന്നെയും ഒരു നമ്മൾ എടുക്കില്ല കണ്ടപ്പോ പറഞ്ഞു ഇത് മാത്രം നല്ല വെയിലാണ്, കേറിയിട്ട് കയറ്റി തരാ 250 രൂപ തന്നാ മതി. പിന്നെ കുറച്ച് ആൾക്കാരോട് വന്നപ്പോ ഓരായിട്ട് ഷെയർ ഇട്ട് പോവാൻ പറഞ്ഞു. അവർക്ക് എങ്ങനെയെങ്കിലും ഓട്ടം പിടിക്കണം ഉള്ളൂ. പക്ഷെ നമ്മളേതായാലും നടന്ന് കയറാൻ തീരുമാനിച്ചു. കിട്ടുള്ളൂ. ഇതുണ്ടോ കാറ്റാടിമാരെ കണ്ടില്ലേ? ഇത്ര അടുത്താണ് ഈ കാറ്റ്. ഇതൊരു വേറെ എക്സ്പോഷറാ. ഈ സാധനം എന്തായാലും നമുക്ക് വണ്ടിയിൽ വന്നാൽ കിട്ടൂല. നടന്ന്. അതുമല്ല ഒരു പൈസ കൊടുക്കണവരെ ഇപ്പൊ ആ ഡയലോഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. റൂട്ടതാ കാണുന്നോ വ്യൂ പോയിന്റിന്റെ മേലെ. അപ്പൊ അതിന് മേലെ വരെ പോകാൻ പറ്റുമോ? 3 കിലോമീറ്റർ നമുക്ക് നോക്കാം. ക്ഷീണിച്ചില്ലെങ്കിൽ വേണം നടക്കാം. അതെ. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് ഇതിന്റെ ടോപ്പ് വരെ പോയി നോക്കാം. ഞാൻ ആദ്യമായിട്ട് എത്ര അടുത്തുനിന്ന് വിൻഡ് മില്ല് കാണുന്നത്. അതിന് താഴെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മള് കയറി മുഴുവനായില്ല. അപ്പൊ തന്നെ എങ്ങനെയാണ് അവസ്ഥ ഉണ്ടല്ലേ? അവിടെ ഫോട്ടോ എടുപ്പൊക്കെ തുടങ്ങി. കാട്ടിൽ നിക്കുന്നില്ല, ഒരു രക്ഷയില്ല. അതോ വ്യൂ നോക്ക്, വ്യൂ
താഴോട്ട് പോയാൽ അത് തന്നെയാണ്. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാതെ സേഫ് ആയിട്ട് നിക്കാൻ പറ്റുന്നൊന്നുമില്ല. അത്രയും കാറ്റടിച്ചുകൊണ്ട് നിൽക്കണം. ആ ഷെയ്ഡ് നോക്കിയാ മലേന്റെ അവിടെയൊക്കെ ഷെയ്ഡ്. അപ്പുറത്തെ അവിടെ മറ്റേ കമ്പോ തേനിയോ തേനിയാ തോന്നുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങാനുള്ളത് ആയില്ല. നമുക്ക് എന്തായാലും നേരെ നടക്കുന്നത് കയറി പകുതിയായിട്ടുള്ളൂ അല്ലേ? ഇനി അങ്ങോട്ട് പോകണ്ട്. മൂന്നാർ വരുന്നവർ ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടം തന്നെ കേട്ടോ. പേരക്ക തന്നെയാണോ? കാട്ടുപേരക്ക കേൾക്കൂ. ഇതാ കണ്ടില്ലേ ഏതായാലും വ്യൂ. നല്ല ഇടുക്കി ഗ്രാമങ്ങളിൽ വളർത്തുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് മേലോട്ട് പോവാം. എന്നാല് ഇതിപ്പോൾ കയറി പകുതി വരെയുള്ളൂ. നമുക്ക് അവിടെ വേറൊരു ട്രക്കിങ്ങിൻ്റെ അവിടെ ഒരു സ്പോട്ടുണ്ട്. ഇങ്ങനെ ജീപ്പ് പോകുന്ന കാണണം മേലോട്ടേക്ക്. അതായിരിക്കും അവർ പറഞ്ഞു. ഒന്ന് എന്തായാലും നമുക്ക് ഇനി മേലോട്ട് പോയി നോക്കട്ടോ. ആ വിൻഡിമില്ലിൻ്റെ മുകളിൽ കാണുന്ന ആ റോട്ടർ ഭാഗമില്ലേ? റോട്ടർ എനിക്ക് അറിയില്ല എൻ്റെ പേര്. അതാണ് ഈ കാണുന്നത്. ഇത്ര വലിപ്പം ഉണ്ടാവും സാധനത്തിന്. ദൂരം നേരം കൊണ്ട് നമുക്ക് കാണാനാണ്. പക്ഷെ ഈ വലിപ്പം കേട്ടോ ഇതിന് ഏകദേശം ഒരു ലോറീൻ്റെ അത്ര വലിപ്പമുണ്ട് ഇതിന്. അതാണ് നമ്മൾ അവിടെ കാണുന്ന സാധനം. ഞാനിപ്പോൾ നിൽക്കുന്നുണ്ടല്ലേ ഏകദേശം ഒരു വിൻമില്ലിൻ്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. മൂന്നാർ വരുന്നവരൊക്കെ കൈയാണ് ഇവിടെ എന്തായാലും വരണം കേട്ടോ. അത്രക്ക് മനോഹരം എന്നല്ല അതിമനോഹരം എന്ന് പറയാം. നമ്മൾ പകുതി കയറിയിട്ടുള്ളൂ. അപ്പം തന്നെ ഇവിടെ ഉള്ള വ്യൂ ഉണ്ടല്ലേ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലാണല്ലേ ഏരിയ ഫുള്ളായിട്ട് നമുക്കിതാ. നമുക്ക് എന്തായാലും മേലോട്ട് കയറുന്നാല് കുറച്ചുകൂടെ കയറാണ്ട് മേലോട്ടേക്ക്. എങ്ങനെയുണ്ട്? എന്താ എൻ്റെ അഭിപ്രായം? അടിപൊളി സ്ഥലം അല്ലേ? മൂന്നാർ വന്നില്ലെങ്കിൽ മിസ്സല്ലേ? ഭയങ്കര മിസ് പറഞ്ഞാല് നിങ്ങള് വരാതെ പോയാല് ഭയങ്കര മിസ് തന്നെ. ആ ഒരു വിൻമില്ല് കണ്ടില്ലേ? എന്താ ഇടിയൊന്നും വെട്ടിട്ട് നശിച്ചു പോയാണ്, താഴെ തെറിച്ചു പോകാണ്. അതിന് ലീഫ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലൈറ്റിന്റെ ഒക്കെ ഇതുമാതിരി അത്ര നീളമുണ്ട് വലുപ്പമുണ്ട് സാധനത്തിന്. ഇത് നമ്മൾ ദൂരം കണ്ടായിരിക്കും ഫ്ലൈറ്റ് എന്തോ ആക്സിഡന്റ് ആയിട്ട് തന്നെ ഇത് കിടക്കാന്ന്. നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കട്ടോ. അതിന്റെ ഇവിടെ നിന്ന് വീടിന്റെ ഊരി തെറിച്ചാണ് കണ്ടില്ലേ? അവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് പോയത് അങ്ങോട്ടേക്ക്. മേലെ നിന്നത് അവിടെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് സാധനം. ല്ലേ തമിഴ്നാട് കമ്പം തേനി കുമളി ഭാഗം കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഇപ്പോൾ ആ ഏരിയ ആണ്. നമുക്ക് എന്താ മേലോട്ട് കയറാം. അവരൊക്കെ മേലോട്ട് കയറി പോയി കേട്ടോ. അതുപോലെ ഇപ്പം മഴ പൊടിയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വേഗം മേലെ കയറിയിട്ട് താഴെ കാട്ടിച്ചിട്ട് അപാടെ കാര്യം നിൽക്കുന്നില്ല. മൈക്കിന് നോയിസ് ക്യാൻസലേഷൻ ഉള്ളതിനെ കൊണ്ട് കുറച്ചെങ്കിലും കിട്ടുന്നതായിരിക്കാം. കാറ്റടിക്കുന്നുണ്ടല്ലേ? ഒരു സെക്കൻഡ് ഗ്യാപ്പിലാണ് കാറ്റടിക്കുന്നത്. ഇവരതാ മേലെ തീരുമ്പോൾ മേലെ കയറിയ വന്നാൽ ഇവര് നമ്മുടെ ഷർട്ടൊക്കെ ഊരിതാ. ക്യാമറമാൻ ഷർട്ട് എന്നാണ് നടക്കുന്നത്. ഷർട്ടൊക്കെ ഊരി വീട് കണ്ടോ? കാറ്റിന്റെ ഇത് കണ്ടോ? പവർ ഉണ്ടോ? എങ്ങനെയുണ്ട് കാറ്റ്? എങ്ങനെയുണ്ട്? ഇതാണ് കാറ്റിന്റെ പവർ. അവനവസാനം ഷർട്ടാണ് പോകേണ്ടി വരൂ. അത്ര പവറിലാണോ കാറ്റടിക്കുന്നത്? മഴ പൊടിഞ്ഞിട്ടോ, മഴ പൊടിഞ്ഞ്. ഹൈറ്റ് കൂടുന്നവരും സ്ഥലത്തിന്റെ ഭംഗി കൂടി വരാട്ടോ. കോടങ്ങനെ അവിടെ നിന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നത്. കുറച്ചുകൂടെ മേലെ വരെ കയറാം. നമുക്ക് കയറി വെക്കാൻ തരും. താഴോട്ടേക്ക് കുത്തനെ ഇറക്കാട്ടോ. വീണ് കഴിഞ്ഞാൽ തീരുമാനമായി. കയറാൻ കഴിയുന്നില്ല. വേറെ കാറ്റാ. മതി, അങ്ങോട്ട് പോണ്ട. ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. മഴ പൊടിയുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, മഞ്ഞ് തറങ്ങുന്ന മഞ്ഞ് ക്ലൗഡ് ബെഡിങ് തരല്ല അത്രക്ക്. നമ്മളെ എടുത്ത് കൊണ്ടുപോണ കാറ്റ്. ഒരു കല്ലുണ്ട്, ഒരു കല്ലെടുത്തിട്ട് നോക്ക്. കല്ല് വരെ പാറി പോന്ന്. കല്ല് വേണ്ട, നോക്കിയാൽ മതി. ആ കേട്ടോ, നോക്കട്ടോ.
എടാ വെള്ളം ഇങ്ങനെ കുറച്ച് വെച്ചാ ആ ഒന്ന് നോക്കി ഇതാണോ അവസ്ഥ? മതി കുടിക്കാനുള്ള. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഒന്നിന്റെ വീഡിയോ അടിച്ച് നിർത്താം. ഇത് കൂടെ ഒന്നും പറയാനില്ല. ഇവിടെ എന്തായാലും വരണം, ഒരാള് മിസ്സാക്കരുത്. അതായത് ഒരു ഡേ ഇവിടെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്താലും ഓക്കെ ആണ്. ഇപ്പൊ ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും ഇവിടെ വരുന്ന ഡിഫിക്കൽട്ടി ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ പറഞ്ഞാല് ഫാമിലിക്ക് ഒപ്പം ഇരുന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്താലും ബോറടിക്കാത്തൊരു സ്ഥലമാണ്. അതാണ് മെയിൻ. വേറെ ടെൻഷൻ, നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ ഒക്കെ മറക്കും. അതാണ് ഭയങ്കര സ്പെഷ്യൽ, പറയാൻ കിട്ടുന്നില്ല. അതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ. അതുപോലെ നമ്മുടെ മുന്നത്തെ വീഡിയോ നമ്മൾ എവിടെ തട്ടത് മറന്നു കഴിഞ്ഞോട് മറ്റേ വട്ടവട വീഡിയോ നമ്മൾ മുന്നത്തെ വീഡിയോ ഉണ്ട്. അപ്പൊ കാണാത്തവരായി എന്തായാലും പോയി കാണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മുടെ തേനീന്റെ വീഡിയോ അല്ലേ? തേനി പോയാൽ തേനീന്റെ വീഡിയോ എല്ലാം കൊടൈക്കനാല് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അവരെ ബൈ.